എന്നാണ്ട് വിശേഷം? സുഖം, നല്ല വിശേഷം. ഇപ്പൊ ഇങ്ങനെ കറക്റ്റ് റെഡിയായി ടെൻഷനൊന്നും ഇല്ലാണ്ട് ഇരിക്കുവാന്ന്. വലിയ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ട് അഭിനയിക്കുന്നതാണ്. അതെ, എനിക്ക് തോന്നിയത്. ഒരു ടെൻഷനും വേണ്ട. കൂൾ. വൺസ് അപ്പോൺ എ ടൈം വേഷൻ 2ന്റെ വേദിയിൽ വന്നു കഴിഞ്ഞാൽ നോ ടെൻഷൻ. ആരാന്നറിയാമോ? ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് വന്നിട്ട് ചേട്ടാ ഓക്കെ അല്ലേ എന്ന് 237 പ്രാവശ്യം ചോദിച്ച ആളാണ് ഇപ്പൊ പറയുന്നത് നോ ടെൻഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് സ്റ്റെഫി. ഇപ്പൊ അതെ, നിങ്ങളെ പെട്ടെന്ന് ഒരു ഋതിക് റോഷനും അമീഷ പട്ടേലിനെ പോലെ എനിക്ക് തോന്നി നിങ്ങളുടെ ആ സ്റ്റെപ്പ് കണ്ടപ്പോൾ ഒരു സെക്കൻഡത്തേക്ക്. താങ്ക് യു ചേട്ടാ. കാലക്കി. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ബിജു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ബേസിക്കലി ഞാനൊരു മിമിക്രിക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് മിമിക്രിയിലുണ്ടായ ചില രസകരമായ സംഭവങ്ങളും അനുഭവങ്ങളുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ കാര്യം സിമ്പിളായി. എൻ്റെ കോമഡി ചീഞ്ഞു പോയാലും ഇവരുടെ കയ്യിലൊക്കെ ധാരാളം ഈ മിമിക്രിയിലെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ച് ഈ എപ്പിസോഡൊക്കെ പൊളിക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക്. അപ്പം ഞാൻ ഈ മിമിക്രിയൊക്കെ തുടങ്ങുന്ന സമയത്ത് തിരുവനന്തപുരം ഭാഗത്ത് നമ്മൾ ഈ മിമിക്രിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെറിയ ട്രൂപ്പിൽ നമ്മൾ പല സ്ഥലത്തു നിന്ന് കുറച്ച് പേരൊക്കെ വന്ന് നമ്മളിങ്ങനെ മിമിക്രി തട്ടിക്കൂട്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു അനൗൺസറുണ്ട്, ഹാപ്പി സജി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ അനൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല അനൗൺസ്മെൻ്റ് ആണ്. പുള്ളി ഇങ്ങനെ മൈക്കത്ത് ഹലോ ഹലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാരുടെ നെഞ്ചിലേക്ക് അത് പോകുന്നത്. നല്ല പഞ്ചുള്ള വോയിസാണ്. പക്ഷേ ഈ ഹാപ്പിക്കൊരു കുഴപ്പമുണ്ട്. ഈ ഹാപ്പി ഈ ഒരു ഡയലോഗ് മൊത്തം കാണാതെ പഠിച്ചു വെച്ചേക്കും. ഇത് മാത്രമേ ഇവനെ കൊണ്ട് പറയാൻ പറ്റൂ. അത് വിട്ടൊരു സാധനം പറയുകയാണെങ്കിൽ അളിയൻ്റെ കയ്യിൽ നിന്ന് പോയി. അതാണ് അവസ്ഥ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളൊരു അമ്പലത്തിൽ ചെന്നു. ആ അമ്പലത്തിലെ നോട്ടീസ് എടുത്ത് കൈ വെച്ചിട്ട് അവൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും: പരമപവിത്രവും പരിപാവനവും സർവോപരി ഈ നാടിൻ്റെ ചൈതന്യവുമായി നിലകൊള്ളുന്ന ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ഉത്സവത്തോടനുബന്ധിച്ച് എന്ന് പറഞ്ഞൊക്കെ പോകും. പക്ഷേ അതേസമയം ഒരു കമ്മിറ്റിക്കാരൻ വന്നിട്ട് പറയാണ്, പിന്നെ ഈ നാടിൻ്റെ ചരിത്രം അറിയാവോ? ഈ നാടെന്നൊക്കെ പറഞ്ഞ് പണ്ട് മാർത്താണ്ഡവർമ്മ വന്നിട്ട് ഈ അമ്പലത്തിലൊരു മണി കെട്ടിയിട്ടുണ്ട്. ആ മണി അടിച്ചതിന് ശേഷമാണ് ഈ നാടിന് ഇത്ര ഐശ്വര്യം ഉണ്ടായത്. ഈ കഥ നിങ്ങൾ അനൗൺസ്മെൻറ്റിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞ അളിയൻ വലിച്ചു. അളിയനെ കൊണ്ടത് ജന്മത്ത് പറ്റൂല. അളിയൻ ഇതേ പഠിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പം ഇതുപോലെയാണ് പുള്ളി ഈ സ്റ്റാർസ് ഒക്കെ പറയുന്ന സമയത്ത് അനൗൺസ്മെന്റ്. കൊച്ചിൻ കലാഭവൻ എന്ന കലാക്ഷേത്രത്തിൽ നിന്നും ഒരൊറ്റ ചിരി കൊണ്ട് മലയാള സിനിമയിലേക്ക് എത്തി മലയാള പ്രേക്ഷകരുടെ മനം കവർന്ന് ശ്രീ കലാഭവൻ മണി. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇയാളുടെ കയ്യിൽ നിൽക്കില്ല. ഇതുപോലത്തെ അനർഗതർഗളമായ വാക്കുകളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുള്ളൂ: ഒരു വ്യാഴവട്ടക്കാലം. അതൊരു എളുപ്പ പരിപാടിയാണ്. ഒരു വ്യാഴവട്ടക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ശ്രീ കുതിരവട്ടം പപ്പു. അല്ലാതെ ഈ വ്യാഴൻ എന്താണെന്നോ അതിലുള്ള വട്ടം എന്താണെന്നോ പുള്ളിക്ക് ഒരു രക്ഷയില്ല. പുള്ളിക്കത് അറിയത്തില്ല. അതാണ് സംഭവം. അങ്ങനെ നമ്മുടെ ട്രൂപ്പിലൊരു ചില സ്ഥലങ്ങൾ നമ്മൾ പ്രോഗ്രാം പോകുമ്പോൾ നമ്മൾ ഗസ്റ്റ് കൊണ്ടുപോകാറുണ്ട്. ഇന്ന സ്ഥലത്ത് പരിപാടി, കഴിഞ്ഞ വർഷം മറ്റേ അവരോത്ത് കളിച്ചതാണ്, അപ്പോൾ അവിടെ നല്ല രീതിയിൽ കളിക്കണം, നമുക്കൊരു ഗസ്റ്റ് ഇറക്കണം എന്ന് പറയുന്നത് നമ്മളൊരു ഗസ്റ്റിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ആ പ്രാവശ്യം നമുക്ക് ബിജു വർഗീസ് എന്ന് പറഞ്ഞ ഒരു ഫിഗറൊക്കെ ചെയ്യുന്ന ഫിഗർ ആർട്ടിസ്റ്റാണ് വന്നത്. അപ്പോൾ ഇവൻ ചെയ്യുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ബിജു മേനോൻ, പിന്നെ നമ്മുടെ ഈ മൻമോഹൻ സിംഗ്, ഇമാതിരി ഫിഗറൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നപ്പോഴേ നമ്മുടെ ഹാപ്പിയുടെ കയ്യും കാലുമൊക്കെ വിറച്ചു തുടങ്ങി. കാരണം എന്ത് അനൗൺസ് ചെയ്യും? ഇവൻ അനൗൺസ് ചെയ്താലേ മറ്റേ ബിജു വർഗീസിന് ഫിഗർ ഇട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും ബിജു വർഗീസ് മേക്കപ്പ് ഒക്കെ ഇട്ടു. ഫസ്റ്റ് വരുന്ന ബിജു മേനോനാണ്. ഇപ്പോൾ ബിജു മേനോൻ എന്ത് പറയണമെന്നറിയില്ല. പക്ഷേ പുള്ളിയുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, വ്യാഴവട്ടക്കാലം. അതെടുത്ത് വെച്ച് അലക്കാമെന്നുള്ള ധാരത്തിൽ അങ്ങനെ ബിജു വർഗീസ് ഫിഗറൊക്കെ ഇട്ട് വരികയാണ്. അപ്പം പുള്ളി മൈക്കെടുത്തിട്ട്: ഒരു വ്യാഴവട്ടക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സംയുക്ത വർമ്മയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന ശ്രീ ബിജു മേനോൻ. നമ്മളൊക്കെ അവിടെ നിന്നിട്ട് ചിരിച്ച് നമ്മുടെ അടപ്പളവിൽ പോയി. പിന്നെ അടുത്തത് വരുന്ന വീണ്ടും അവനെ ഞെട്ടിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ്. ആളിയം വ്യാഴവട്ടക്കാലം കൂടെ കയ്യിലെടുത്ത്: ഒരു വ്യാഴവട്ടക്കാലം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തിളങ്ങി നിന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഒരു ഹിന്ദി മന്ത്രി എന്ന്. മൻമോഹൻ സിംഗ് എന്നുള്ള പേര് അവൻ്റെ തലയിൽ നിൽക്കുന്നില്ല. ആ വർഷം കഴിഞ്ഞു. പിന്നെ കുറച്ചെല്ലാം ഹാപ്പി സജിയെ ഞാൻ കണ്ടില്ല. സജി വേറെ ട്രൂപ്പിലൊക്കെ കളിച്ചു. പിന്നെ അവസരം ഒരു ദിവസം ഞാനും നമ്മുടെ കോട്ടയം സോമരാജേട്ടൻ കൂടെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഈ സജി നമ്മളെ റൂമിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു: സോമരാജേട്ട എന്തുണ്ട്? സജിയോ എന്നാ ഉണ്ട്, സുഖമാണോ? പറഞ്ഞാൽ സുഖമാണ് ചേട്ടാ. പിന്നെ ചേട്ടാ എനിക്കിപ്പോൾ പരിപാടിയൊന്നുമില്ല കേട്ടോ, പ്രോഗ്രാംസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം, എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം ചേട്ടാ. സത്യം പറഞ്ഞാൽ ചേട്ടൻ കയ്യിൽ 5 പൈസ ഇല്ല. ഈ ശരിക്കും പറഞ്ഞാൽ കുടുംബം കൂടെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. ചേട്ടാ എങ്ങനെയെങ്കിലും എനിക്കൊരു പ്രോഗ്രാം തരണം. സജിയേ എനിക്കിപ്പോൾ പ്രോഗ്രാമൊക്കെ കുറവാണ്, എന്നാലും നോക്കട്ടെ, എന്നെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ഞാൻ നിൻ്റെ പേരൂടെ പറഞ്ഞേക്കാം. അങ്ങനെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം കിട്ടുന്നത് കിട്ടിക്കോട്ടെ, നീ നിന്നെ നമ്പറിങ് തന്നേരെ എന്ന് പറഞ്ഞു. അപ്പോൾ സോമരായട്ടിന് സജി നമ്പർ കൊടുക്കുന്നു, ഹാപ്പി സജി എന്ന് നമ്പർ കൊടുക്കുന്നു. സജി ഇത് തന്നെയല്ലേ നമ്പർ?
നമ്പരൊക്കെ ശരിയാണ് ചേട്ടാ, പക്ഷേ പോപ്പി സജി അല്ല, ഹാപ്പി സജി എന്നാണ് എൻ്റെ പേര്. ചേട്ടൻ തിരുത്തി എഴുതണം. ഉടനെ സോമരായിട്ടൻ, എടാ ഇത്രയേറെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞ നിന്നെ ഞാൻ എങ്ങനെയാടാ ഹാപ്പി എന്നും പറഞ്ഞ് ഞാൻ ഇരുന്ന് സേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാനിന്ന് രാവിലെ സോമരായിട്ടൻ വിളിച്ചായിരുന്നു. സോമരായിട്ടൻ വിളിച്ച്, സോമരായിട്ട ചേട്ടൻ്റെ കഥയാണ് ഞാൻ ഇന്നോട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടന് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഇനിയും സോമരായിട്ട കുറേ കഥകളായിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അതുവരെ ഞാൻ ഇവിടെ നിർത്തുന്നു. തൽക്കാലം നന്ദി, നമസ്കാരം. വിജേട്ടാ, ചേട്ടന്റെ ഒരു ഹാപ്പി കോമഡി ആയിരുന്നു. ഞാൻ കുറെ ചിരിച്ചു കേട്ടോ. ഞാൻ എൻജോയ് ചെയ്തു. നിങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും. ചേട്ടാ, ഞാൻ വളരെ എൻജോയ് ചെയ്തു. താങ്ക് യു. സോമരായേട്ടൻ ഈ മണ്ടൂസ് ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ. മണ്ടൂസ് എന്നൊക്കെ പറയുന്ന മാസിക സോമരായേട്ടനാണ് ഈ ഓരോ മണ്ടത്തരങ്ങളും എഴുതി ഉണ്ടാക്കിയ ആൾ. ഒരുപാട് എപ്പിസോഡ്, ഒരുപാട് ലക്കങ്ങൾ എഴുതിയിട്ടുള്ളത് സോമരായേട്ടനാണ് ഇതിനകത്ത്. മാത്രമല്ല സോമരായേട്ടന് മോളുടെ കല്യാണം വന്നപ്പോൾ കോട്ടയം നസീർഖാനെ വിളിക്കണം. നല്ല പരിപാടികളുള്ള സീസൺ. അപ്പോൾ വല്ല പരിപാടിക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സോമരായേട്ടൻ കോട്ടയം നസീർഖാനെ വിളിച്ചു. നസീറേ, ഇവിടെ നമ്മുടെ വലിയ പള്ളിയുണ്ടല്ലോ കോട്ടയത്തെ, അവിടെ കഴിഞ്ഞ വർഷം റീമി ടോമിയുടെയൊക്കെ പരിപാടിയൊക്കെ ആയിരുന്നേ. ഈ 26-ാം തീയതി കോട്ടയം നസീറിന് ഒഴിവുണ്ടോ? അപ്പം നസീർക്ക് ഒഴിവാണല്ലോ സോമരാജെ. എന്നാൽ എൻ്റെ മോളുടെ കല്യാണമാ, വരണോന്ന്. നസീർക്ക പെട്ട് അല്ലെ, നസീർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഇത് വെറുതെ ഒരു പള്ളിയും പെരുന്നാളും പറഞ്ഞിട്ട് ഡയറക്റ്റ് കൊടുത്തു. സോമരാട്ടനെ ഞാൻ ഇതിൽ നമ്മളുടെ ആദരിക്കുന്ന സെക്ഷന് വേണ്ടിയിട്ട് എക്സലൻസ് അവാർഡിന് വേണ്ടി വിളിച്ചു. സോമരാട്ട ഇങ്ങനൊരു പരിപാടി ഉണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞു, ഞാനേ ഇപ്പൊ വേറൊരു ചാനലിൽ ഗ്രൂമറായിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ അവിടെ വന്ന് ആദരവ് മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ സ്റ്റാൻഡിങ് അപ്പ് ഇല്ലാതായി പോകും. അതുകൊണ്ട് നിന്റെ സ്റ്റാൻഡപ്പിന് വരാൻ പറ്റിയല്ലെന്ന്. എല്ലാ കാര്യവും വളരെ നർമ്മരസത്തോടെ കാണുന്ന ഒരാളാണ് സോമരായേട്ടൻ. ഗംഭീരമായി കേട്ടാ. ബിജു, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ കേട്ടോ, സൂപ്പർ. താങ്ക് യു. അപ്പൊ ഇനിയും വരണം, തീർച്ചയായിട്ടും ഞങ്ങളെ ഇനിയും ഹാപ്പി ആക്കാൻ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.